Dears, welcome back to our family. അപ്പം നമ്മുടെ ചിങ്ങമാസത്തിലെ കല്യാണ സീരീസ് കംപ്ലീറ്റ് ആവുകയാണ്. ഇന്ന് അമ്മയുടെ ബ്രദറിൻ്റെ, അതായത് അമ്മയുടെ കുഞ്ഞമ്മയുടെ മോൻ്റെ കല്യാണമാണ്. അപ്പം നമ്മുടെ കല്യാണത്തിൻ്റെ വ്ളോഗാണ്. മേ ബി ഇന്ന് ചേച്ചിയുടെ പാല് വെച്ചിട്ടുണ്ട്, എൻ്റെ ചേട്ടത്തിയുടെ ചേച്ചിയുടെ പാല് വെച്ചിട്ടുണ്ട്. സോ അവിടെയും പോകണം. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു വ്ളോഗായിരിക്കും. നമുക്ക് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെയുള്ള ഫംഗ്ഷനുകളും കാര്യങ്ങളും എല്ലാം കൂടെ ഞാൻ ഒരു വ്ളോഗായിട്ട് ചെയ്യാൻ വിചാരിച്ചു. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി, ഞാൻ ആരെയും നിർബന്ധിക്കില്ല. ഇത് ഞങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്ന ചെറിയൊരു സന്തോഷം, ചെറിയൊരു വിശേഷം ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അത് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ബിക്കോസ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ചോദിച്ചു അതിന് ഞങ്ങൾ എന്താ വേണ്ടതെന്ന്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്ത് വെക്കുന്നു. ബിക്കോസ് ഒരു 10 വർഷം കഴിഞ്ഞിട്ടായാലും എനിക്കതെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് കാണാമല്ലോ. സോ അതുകൊണ്ടിട്ട് ഷെയർ ചെയ്ത് വെക്കുന്നതാണ്. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തില്ല. സോ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. അപ്പം വീഡിയോ കണ്ടു നോക്കൂ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇത്തിരി ലേറ്റായി. ഇവിടുന്ന് ബസ് പോയി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിരുന്നു വണ്ടി ഓടിക്കുന്നു. ഇവിടുന്ന് ബസ് പോയി. ഞങ്ങൾ 10:30 കഴിഞ്ഞിട്ടാണ് മുഹൂർത്തം. ഇപ്പം തന്നെ 9 മണി കഴിഞ്ഞു. 9:45 10-നും 10:30 ഇടയ്ക്കുമാണ് മുഹൂർത്തം. കല്യാണത്തിന് മുമ്പ് എത്തുമെന്ന് അറിയത്തില്ല, എത്തുമെങ്കിൽ വീഡിയോ കാണിച്ചു തരാം. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ മുഹൂർത്തത്തിന് മുമ്പ് തന്നെ മണ്ഡപത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. മണ്ഡപം വന്നിട്ടുണ്ടായിരുന്നത് ഉമേനല്ലൂരുള്ള ഏതോ ഒരു ക്ഷേത്രമായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ അമ്മയുടെ കുഞ്ഞമ്മയുടെ മോൻ്റെ വെഡ്ഡിങ്ങാണ്. അതായത് അമ്മയ്ക്ക് ബ്രദറാണ്, എനിക്ക് മാമനാണ്. ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് കല്യാണക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് കല്യാണക്കുട്ടി. കുട്ടിക്ക് 19 വയസ്സേ ഉള്ളൂ. ബട്ട് എനിക്ക് അവൾ മാമിയാണ് കേട്ടോ. മുറ നോക്കുമ്പോൾ എനിക്ക് മാമിയാണ്. അപ്പം കുട്ടിയുടെ അനിയത്തിമാരും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ചെറിയ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കുട്ടീനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നത്. ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ഒരുക്കി നാശമാക്കി എന്ന് വേണമെങ്കിൽ പറയാം. കുഞ്ഞിനെ അവളെ കാണാൻ നല്ല ക്യൂട്ടാണ്, നേരിട്ട് കാണാനായിട്ട് നല്ല ക്യൂട്ടാണ്. പക്ഷേ നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മൂമെൻ്റ് എന്ന് പറയുന്നത് വെഡ്ഡിങ്. കുറേ മൂമെൻറ്റ്സ് ഉണ്ട്, അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നത് എനിക്ക് വെഡ്ഡിങ് ആയിരുന്നു. സോ ആ ടൈമിലൊക്കെ നമുക്ക് ഒരുക്കി കൊളാക്കുന്ന ഭയങ്കര മോശം പരിപാടിയാണ്. നമ്മൾ കല്യാണത്തിനൊക്കെ നിങ്ങൾ ഒന്നെങ്കിൽ സ്വന്തമായിട്ട് ഒരുങ്ങുക, അതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് നിങ്ങളായിട്ട് കാണാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ബ്യൂട്ടീഷ്യനെ വിളിക്കുന്നതിൽ ഏറ്റവും ബെറ്റർ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിക്കുന്നതായിരിക്കും. ബിക്കോസ് ബ്യൂട്ടീഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മറ്റേ സിനിമ ഉണ്ടല്ലോ, എങ്ങനെയുണ്ട് ചേട്ടാ മേക്കപ്പ് കൂടിപ്പോയോ എന്ന് ചോദിക്കും, പറയത്തില്ലേ ഇല്ല മേക്കപ്പ് കുറച്ച് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ എന്ന്. ആ അവസ്ഥയിലാക്കി തരും. മറ്റേ നാട്ടിലെ പുഷ്പലത ചേച്ചിമാരെ വിളിക്കാതിരിക്കുന്നതാണ് നല്ലത്. സത്യം ഈ കുഞ്ഞിൻ്റെ കാര്യം കണ്ടപ്പോൾ എനിക്ക് സത്യം പിന്നെ സങ്കടമായി. ഇപ്പം മൊത്തം പെയിൻ്റ് അടിച്ച് അതിൻ്റെ പൂവൊക്കെ സെയിം ആ ഫിലിമിൻ്റെ അകത്ത് എങ്ങനെയാണോ പൂ വെക്കുന്നത് അതേ കണക്ക് ഒരുമാതിരി കൊണ്ടയിട്ടൊക്കെ വെച്ച് കൊള്ളത്തില്ല. അതിനെ ഒരുക്കി കുളമാക്കി കളഞ്ഞു. അത് ഇപ്പോൾ അതിന് മനസ്സിലാവില്ലായിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ കല്യാണ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ആ കൊച്ച് ആലോചിക്കും, അയ്യോ ഇത് ഭയങ്കര ഇതായിപ്പോയല്ലോ. അതിലും ബെറ്റർ നിങ്ങളൊരു ഒരു കഴിവില്ലാത്ത ബ്യൂട്ടീഷ്യനെ വിളിക്കുന്നതിലും ഏറ്റവും ബെറ്റർ നിങ്ങൾ സ്വന്തമായിട്ട് ഒരുങ്ങുന്നത്. അതാകുമ്പോൾ പൈസ പോലും കൊടുക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ ഭംഗി ഉണ്ടാവും. ഒന്നുമില്ല, നിങ്ങളുടെ ചേച്ചിമാരെ അനിയത്തിമാരെ കൊണ്ടിട്ട് ഒരുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്കിത് കണ്ടപ്പോൾ സങ്കടമായി, അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഒരിക്കലും ഞാനൊരു ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടൊരു പേയ്മെൻറ്റൊക്കെ കൊടുത്തിട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിക്കണമെന്ന് ഞാൻ പറയത്തില്ല. എന്നാൽ കൂടിയിട്ട് നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലൊരാളെ വിളിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിളിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ ഈഴവാസാണ്. അപ്പം ഞങ്ങളുടെ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഗുരുവന്ദനമുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു നാമം ചൊല്ലിയതിന് ശേഷമാണ് താലി കെട്ടുന്നത്. ആദ്യമേ അവിടെ ചെന്നിട്ട് ഇവർ എന്തൊക്കെയോ പൂജയൊക്കെ ചെയ്യും. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി കേട്ടോ. ഞങ്ങളുടെ കണക്കായിരുന്നു കല്യാണത്തിൻ്റെ സമയത്ത്. ഇത് കണക്ക് ഞങ്ങൾക്ക് മുന്നേയൊക്കെ പത്രിക മുറിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കല്യാണത്തിൻ്റെ ടൈമിൽ. ചെക്കൻ്റെ വീട്ടിൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ചെക്കൻ്റെ വീട്ടിൽ നമ്മൾ ഒരു കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ ശാഖയിലൊക്കെ കൊണ്ടുപോയി എല്ലാം രജിസ്റ്റർ ചെയ്ത് ശാഖ വഴി കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതിന് ശേഷം. എൻ്റെ കല്യാണത്തിന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കൗൺസിലിംഗ് ഇല്ലായിരുന്നു, പത്രിക മുറിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നാമം ചൊല്ലാൻ പോകും. എൻ്റെ കല്യാണത്തിന് പത്രിക മുറിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കൗൺസിലിങ്ങിനൊന്നും പോകേണ്ടി വരില്ല, കാര്യം കൊറോണ ടൈമിലായിരുന്നു കല്യാണം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് പിന്നെ ഈ നാമം ചൊല്ലൽ ആ ഒരു ടൈമിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് ചെക്കനും ഇതിന് വേണ്ടിയിട്ട് അനുഗ്രഹവും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ അങ്ങനെയൊക്കെ
ചെയ്തിട്ടുണ്ടായിരുന്നത്. കല്യാണത്തിൻ്റെ വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ ഭയങ്കര വലിയ പന്തലല്ലായിരുന്നു, ചെറിയ പന്തലായിരുന്നു. എന്നാൽ കൂടിയിട്ട് നിറയെ ആളുണ്ടായിരുന്നു. ചിക്കൻ്റെ വീട്ടിൽ നിന്നായാലും പെണ്ണിൻ്റെ വീട്ടിൽ നിന്നായാലും നിറച്ച ആളുണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം ലാസ്റ്റാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നല്ല ചൂടായതുകൊണ്ടിട്ട് ബേബിയാണ് നല്ല കാശിക്കുട്ടനാണെങ്കിൽ നല്ല കരച്ചിലുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുപ്പും കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അതേണ്ട ഞാൻ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും സത്യം പറഞ്ഞാൽ ഫോട്ടോ വീഡിയോ കാര്യമായിട്ട് കവർ ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അതിനുള്ള ടൈം കിട്ടിയില്ല, അതാണ് സമയത്താണ് ഓടി അവിടെ ചെല്ലുന്നത് തന്നെ. അപ്പോൾ അതേ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ ഒരു പാടമുണ്ട്, അവിടെ ചെറിയൊരു ഫോട്ടോ ഞാൻ ഈ റെഡ് ആയതുകൊണ്ടിട്ട് ഞാൻ അത് ഇടിയിപ്പിച്ചാണ്. ബിക്കോസ് എല്ലാം കൂടെ റെഡായി കഴിഞ്ഞാൽ ഒരു അതുകൊണ്ടിട്ട് വൈകിട്ടുള്ള ഡ്രസ് ഉണ്ടല്ലോ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം. നോ മാച്ചിങ് എന്നാലും എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ചിലപ്പോൾ ഇൻസൈഡ് ചെയ്യും, ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പൊക്കി വെച്ചു. വേണ്ട 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 വേണ്ട. ആ ദേവിയുടെ കോസ്റ്റ്യൂം ഇതാണ്, ഈ ധാവണിയാണ്. ഇത് ഞാൻ ചെയ്തതാണ് കേട്ടോ. ഇത് കാഞ്ചി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. കാഞ്ചി കോട്ടണും ജോർജറ്റിന്റെ ദുപ്പട്ടയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ധാവണി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞത് ഓണം കഴിഞ്ഞിട്ട്, ഓണത്തിന് ഇങ്ങനെ പറ്റില്ല, ഓണം കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇതുപോലത്തെ ട്രഡീഷണൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഞാൻ പാറ്റേൺസ് അയച്ചു തരാം, അതനുസരിച്ച് പറഞ്ഞാൽ മതി. സ്റ്റിച്ച് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരാം, അതെല്ലാം മെറ്റീരിയൽ വേണമെങ്കിൽ അങ്ങനെ ഓർഡർ എടുത്തിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പറഞ്ഞില്ലാന്ന് വേണ്ട, നമ്മൾ നമ്മുടെ ഓൺലൈൻ ബുട്ടിക്ക് ചെറുതായിട്ട് റീഓപ്പൺ ചെയ്യുകയാണ്. നാട്ടിലും ഉണ്ടാവും പുറത്തും ഉണ്ടാവും. എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വഴിയേ പറയാം. അപ്പം ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് വരുന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ചേട്ടത്തിയുടെ വീട്ടിലേക്കായിരുന്നു കേട്ടോ. ചേട്ടത്തിയുടെ ചേച്ചിയുടെ വീട്ടിൽ, ചേച്ചിയുടെ പാലുകാച്ചായിരുന്നു, അതിന് വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ വന്ന് ഞങ്ങൾ ആദ്യമേ കല്യാണത്തിൻ്റെ അവിടെ നിന്ന് രാവിലെയായിരുന്നു മുഹൂർത്തം, 10:30 കഴിഞ്ഞിട്ടായിരുന്നു മുഹൂർത്തം ഉണ്ടായിരുന്നത്. സോ രാവിലെ എന്നെ സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് ചേച്ചിയുടെ ചേച്ചി, ചേച്ചിയുടെ വല്യമ്മച്ചിരിയോ മാമൻ്റെ എന്തോ മോളാണ് കേട്ടോ. ഞാനിവിടെ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അവരുടെ വീട് നല്ല അത്യാവശ്യം വലിയ വീടൊന്നും അല്ലെങ്കിൽ കുഞ്ഞു വീട്, അത്യാവശ്യം ഒതുക്കും ഭംഗിയുള്ള നല്ലൊരു വീട്, ഐശ്വര്യമുള്ളൊരു വീടായിരുന്നു. പിന്നെ ജാനിമോളും ജിത്തുക്കുട്ടനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ കുറേ ദിവസം കൂടിയിട്ടാണ്. ചേച്ചി ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. കാര്യം എൻ്റെ നാത്തൂൻ്റെ നാത്തൂൻ, അതായത് ചേച്ചിയുടെ ബ്രദറിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. ഒരു ചേട്ടൻ്റെ വൈഫ് പ്രസവിച്ച് കിടക്കുന്നു. സോ ചേച്ചി വീട്ടിലാണ് കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേന് നമ്മൾ റിസപ്ഷന് പോയി. അതിൻ്റെ വീഡിയോ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ റിസപ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്തതാണ്. അവരുടെ വീട്ടിൽ വെച്ചല്ലായിരുന്നു, നമ്മുടെ കണ്ടച്ചിറയിൽ താന്നിക്കുമുക്കിൽ കണ്ടച്ചിറ SN പബ്ലിക് സ്കൂളുണ്ട്. സ്കൂളിൻ്റെ ഒരു കൺവെൻഷൻ സെൻറ്റർ പോലെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടായിരുന്നു, അവിടെ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. സോ ഫംഗ്ഷൻ്റെ വീഡിയോ ഞാൻ അധികം എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വാട്ടർ ക്യാൻ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ ഗൂഗിളിൽ അത് നിർത്തിയിട്ട് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള പരിപാടി നോക്കുകയാണ്. സത്യം പറഞ്ഞാൽ നല്ല രസമായിരുന്നു, ഒരുപാട് മിസ് ചെയ്യുന്നു. പെട്ടെന്ന് കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ് പോയി. അതിൻ്റെ ഗൂഗിൾ വെള്ളം ആ ഒരു ക്യാൻ ഫുള്ളായിട്ട് അടിച്ചു മാറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരാണ് അച്ചോ കണ്ണനോ കണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പിള്ളേരൊക്കെ തന്നെ ഈവനിങ് ഫംഗ്ഷൻ അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു ഫംഗ്ഷനായിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടമായി. ആക്ച്വലി ബേബീൻ്റെ നമ്മുടെ കുഞ്ഞാവേൻ്റെ ബർത്ത്ഡേയുടെ ഫംഗ്ഷൻ ഇവർക്ക് ഇത് ക്ലാസിക് വെഡിങ്സ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റിൻ്റെ ടീമാണ് അവർക്ക് കൊടുക്കാറുള്ളത്. പിന്നെ അനിയൻ പറഞ്ഞത് കൊണ്ടിട്ട് മാത്രം ഞാനൊരാളെന്ന ടീമിന് കൊണ്ടുപോയി കൊടുത്തത്. ഞാൻ ബേബിയുടെ വീഡിയോ വരുമ്പോൾ പറയാം കേട്ടോ അവരുടെ വർക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൃഷ്ണ ഇവൻസ് കൊല്ലം കൊടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. നമുക്കൊരു അബദ്ധം പറ്റി, അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ അടുത്ത ബർത്ത്ഡേയുടെ വീഡിയോയിൽ പറയാം. പൈസ വെറുതെ കളയാൻ